നമ്മളിപ്പം സഫാരി വേൾഡിലെത്തി. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇനിയിപ്പം ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ടാക്സിയിൽ വന്നു, ഇനി നമ്മൾ ബസ്സിലാണ്, അവരുടെ തന്നെ അറേഞ്ച് ചെയ്യുന്ന സഫാരി വേൾഡിൻ്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അത്യാവശ്യം തിരക്കൊന്നുമില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചു. 2 സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യെസ്, അങ്ങനെ നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 3rd പാർട്ടിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് അവർ 3rd ഡേ ഇൻ ബാങ്കോക്ക്. ഇന്ന് നമ്മൾ പോകുന്നത് ബാങ്കോക്കിലെ മാത്രമല്ല കേട്ടോ, വേൾഡിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സഫാരി പാർക്കിലേക്കാണ്. യെസ്, ഇറ്റ്സ് ദി സഫാരി വേൾഡ് ഇൻ ബാങ്കോക്ക്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാറുണ്ട്. സോ നമ്മളും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടൈമും നല്ല റഷാണ്. അതുകൊണ്ട് തന്നെ സംടൈംസ് ടിക്കറ്റ് കിട്ടാനും നല്ല പാടായിരിക്കും. സോ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലൈൻ ടിക്കറ്റ്സ് എടുക്കാനാണ് കേട്ടോ. ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ടു ദ എൻട്രൻസ് ഓഫ് ദി സഫാരി വേൾഡ് നമ്മൾ ഗ്രാബിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രം ദാർ ഈ കാണുന്ന ബസ് നമ്മൾ ഓൺലൈനായിട്ട് സെപ്പറേറ്റ് ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി ഒരു 9 o'clock ഇവർ സഫാരി വേൾഡിലേക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു, ബട്ട് നമുക്ക് കുറേ നല്ല ഫോട്ടോസ് കിട്ടി. അതായിരുന്നു നമ്മുടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോഴേ ഇതാണ് നിങ്ങൾ കാണുന്ന സഫാരി പാർക്ക്. ശരിക്കും ഈ സഫാരി വേൾഡിന് 2 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണുള്ളത്. ഒന്ന് മറൈൻ പാർക്കും മറ്റൊന്ന് സഫാരി പാർക്കും. സഫാരി പാർക്കിൽ നമുക്കങ്ങനെ ഇറങ്ങാനൊന്നും പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് നമ്മളെടുത്ത പോലെ ഒരു ബസ്സിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം. മറ്റൊന്ന് പറയുന്നത് ഫീഡിങ് വെഹിക്കിൾസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് ആനിമൽസിനെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. സോ എന്തായാലും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബസ്സായിരുന്നു. ബിക്കോസ് നമുക്കതായിരുന്നു കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. You will see lion, then tigers. Wow. Okay, look like we entering Jurassic Park. നോർമൽ ബേർഡ്സ്, എമു, സീബ്ര, ജിറാഫ് അങ്ങനെയുള്ള ആനിമൽസൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഇവരാണ്. സഫാരി പാർക്കിൻ്റെ വൺ ഓഫ് ദി സ്റ്റാർ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ബംഗാൾ ടൈഗേഴ്സാണ്. ഇവിടെ അവർ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാനും ഫോട്ടോസ് എടുത്തു തരാനും ഒക്കെ ആയിട്ട്. മാത്രമല്ല ഒരു 10 o'clock ആകുമ്പോഴത്തേക്കും ഇവിടെ ഫീഡിങ് വർക്കിൽ വന്നിട്ട് അതുവഴി നമുക്ക് ഈ ബംഗാൾ ടൈഗേഴ്സിനെയും ഇങ്ങനത്തെ വൈൽഡ് ആനിമൽസിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എമൂനെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്പീഷീസിലുള്ള എമൂസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ സീബ്രാസും ഉണ്ടായിരുന്നു, പ്ലസ് ഡിയേഴ്സും. എന്ത് രസമല്ലേ അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് കാണാൻ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ കോ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവരെക്കാളും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരാൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതാണ് വൈറ്റ് എമു. ഒരാളെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവരെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാർണിവറസ് ആയിട്ടുള്ള ആനിമൽസ് വരുമ്പോഴത്തേക്കും അവരൊരു സെപ്പറേറ്റ് ഗേറ്റ്സ് അതിൽ ഉണ്ടായിരുന്നു, ഒരു ഫെൻസിങ് പോലെ. ബിക്കോസ് ബാക്കിയുള്ള നോർമൽ ആനിമൽസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 types ഓഫ് ബെയർസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കൻ ബ്ലാക്ക് ബെയർ ആൻഡ് അനദർ ഒന്ന് പറയുന്നത് ഏഷ്യൻ ബ്ലാക്ക് ബെയർ. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ 50 minutes നീണ്ടു നിന്നിരുന്ന ആ സഫാരി പാർക്ക് യാത്ര കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നത് മറൈൻ പാർക്കിലേക്കാണ്.
അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തായ്ലൻഡിലെ സഫാരി വേൾഡിൽ 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സഫാരി പാർക്കും മറ്റൊന്ന് പറയുന്നത് മറീൻ പാർക്കുമാണ്. അപ്പോൾ സഫാരി പാർക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് മറീൻ പാർക്കിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. കുറേ ഷോസ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാം നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് അവിടേക്ക് പോകാവുന്നതാണ്. ഇതിനെല്ലാം പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങും ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മളൊരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബെറ്റർ തിങ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസ് പാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഏതൊക്കെ ഷോ ഏതൊക്കെ ലൊക്കേഷൻസിലേക്കാണെന്ന് അവർ തന്നെ ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് മോറോവർ ദാറ്റ് ഈ കാണുന്ന വാട്ടർ സ്പ്രേസ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കോച്ചിങ് ആയിട്ടുള്ള സണ്ണിൽ നിന്ന് നമുക്ക് ഒത്തിരി ആശ്വാസം തന്നിട്ടുണ്ടായിരുന്നത് ആ സ്പ്രേയേഴ്സ് ആണ് കേട്ടോ. എന്തായാലും ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജംഗിൾ വാക്കാണ്. നമ്മൾ പോയ സമയത്ത് തന്നെ ഒത്തിരി സ്കൂളിലെ പിള്ളേരും ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു റീസൺ. അതായത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒറാങ്കുട്ടൻ ഷോയാണ്. അത് ഭയങ്കര ഫൺ എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഷോ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. Go to the target. It's small effect. ทีเดียวที่ซับเลยโอเครับมาโซโล่มาโอ้มิสกาล่ามิสมูโร่แดนเซอร์ประจำวงอยากลองใส่แม่มาเลยใช่เฮ้โบวี่สายลมทักทายน้องๆทักทายแฟนคลับสวัสดีครับ Hello my friend how are you คุณมีความใช่งานHey bro Hey what's up man bro അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് എലിഫൻറ്റ് ഷോയിലേക്കാണ് കേട്ടോ. അതിന് മുമ്പിലായിട്ടാണ് സീ ലയൺ ഷോയിൻ്റെ ഒരു പാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. എലിഫൻറ്റ് ഷോയ്ക്ക് എന്തായാലും നമ്മൾ നേരത്തെ എത്തി കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിരുന്നു.
എന്തായാലും എക്സൈറ്റഡ് ആയത് വെറുതെ ആയില്ല. എനിക്ക് ഒറാങ്കുട്ടൻ ഷോയേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ എലിഫൻറ്റ് ഷോയാണ്. എന്തായാലും ഷോയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് ദാ ഈ കാണുന്ന ക്യൂബാൻ ഫ്ലമിംഗോസിൻ്റെ അടുത്തേക്കാണ്. ഇവർ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് വിസിറ്റേഴ്സും കുറേ ഉണ്ടായിരുന്നു. ഫിൽറ്റർ ഫീഡേഴ്സ് ആയിട്ടുള്ള ഇവർ എപ്പോഴും തല താഴ്ത്തി വെച്ചിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. ഇവരുടെ ബ്യൂട്ടിഫുൾ കളേഴ്സിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ്. അത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നത് ദാ ഈ കാണുന്ന സ്കാർലെറ്റ് ഇബിസ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡാണ്. അങ്ങനെ മറൈൻ പാർക്കിൻ്റെ ഹാഫ് ഓഫ് ദി പാർട്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ലഞ്ചിനുള്ള ഓപ്ഷൻ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ഇന്ത്യൻ ക്യുസീനാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 2 റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഓപ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്ലോസം, പിന്നെ ഒന്ന് സവാന. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സവാനയാണ്. അവിടെ ഇന്ത്യൻ ബുഫയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിനിടയ്ക്കാട്ടോ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്. ഇവിടെ ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും എൻട്രി ഉള്ളത്. സോ നമുക്ക് വേണ്ടി ഇൻഡിവിജ്വലി
ഓരോ ടേബിൾസ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ബുഫേ ആയതുകൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട ഫുഡ് എടുത്ത് ഹാപ്പി ആയിട്ട് വന്ന് കഴിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ പാർട്ട് ഇവിടെ ഞാൻ എൻഡ് ചെയ്യാണ്. സഫാരി വേൾഡിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.